എന്നാൽ ഈ രാജീവ് സഖാവ് അങ്ങനെയല്ല. വായ തുറന്നാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മാത്രമാണ് ഒഴുകുക. പക്ഷെ പ്രവൃത്തി മുഴുവൻ അതിന് നേരെ വിപരീതവുമാണ്. നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. പണ്ട് സഖാവ് പി രാജീവ് ക്ലാസുകൾ പ്രസംഗിച്ച് നടന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നത് ആധുനിക മുതലാളിത്തത്തിന്റെ തന്ത്രമാണ്. സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നത് കോർപ്പറേറ്റുകൾ ലാഭമുണ്ടാക്കി കൊടുക്കാനേ ഇത് ഉപകരിക്കൂ എന്ന്. അതുകൊണ്ട് എല്ലാവരും പഠിച്ച് ജോലി വാങ്ങരുത് എന്നായിരുന്നു ഈ ഒരു പരോക്ഷമായ ലൈൻ. ഈ അതിഭയങ്കര തിയറി വിളമ്പിയ ആളാണ് പ്രൈവറ്റ് കമ്പനികളെയും വിദേശ മുതലാളിമാരെയും ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ നമ്മുടെ പൊതു പണം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ സുഖവാസ യാത്രകൾ നടത്തിയത്. മുതലാളിത്തത്തിന്റെ എല്ലാ സവിശേഷതകളെയും തള്ളിപ്പറഞ്ഞ രാജീവ് വ്യവസായ മന്ത്രിയുടെ കസേരയിലിരുന്ന് കോർപ്പറേറ്റുകളുടെ പിന്നാലെ നടന്നു. ഇവിടെയാണ് കാപട്യം എന്ന് പറയുന്നത്. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ സഖാവേ? എന്നിട്ട് ഈ വിദേശ യാത്രകളൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിറങ്ങിയിട്ട് പുള്ളി വലിയൊരു തള്ളി. ഞാൻ ഈ കേരളം 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ, പുതിയ കമ്പനികൾ കൊണ്ടുവന്നു എന്ന്. എവിടെയാണ് സഖാവേ ആ 2 ലക്ഷം സംരംഭങ്ങൾ? പല വഴിയിലോ കവലയിലോ കണ്ടവരുണ്ടോ? ദൂരദർശിനി വെച്ച് നോക്കിയിട്ട് പോലും സാധാരണക്കാരന് അത് കാണാൻ കിട്ടുന്നില്ല. ഈ പച്ചക്കള്ളം ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഈ കപടമുഖത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് 8 നിലയിൽ പൊട്ടിച്ച് വീട്ടിലിരുത്തിയത്. ജനങ്ങൾ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ തീരുമാനിച്ച നേതാക്കളുടെ ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു ഈ രാജീവ്. ജനവിധി ഉണ്ടായപ്പോൾ പുള്ളി തവിടുപൊടിയായി. പക്ഷെ അവിടെയും തീർന്നില്ല കളി. ഇത്രയും അടി കിട്ടിയിട്ടും കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മൂപ്പർക്ക് ഒരു ദിവ്യജ്ഞാനം, ഒരു വെളിപാടുണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ കയ്യിലിരിപ്പ് മോശമായത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും ജനങ്ങളിൽ നിന്ന് അകന്നെന്നും ഉടനെ തെറ്റുകൾ തിരുത്തണമെന്നും പുള്ളി പ്രസംഗിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ തമാശ ഒളിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന തെറ്റുകളും പാളിച്ചകളും ഒക്കെ പാർട്ടി കൂട്ടായ നേതൃത്വത്തിന് പറ്റിയതാണത്രേ. വ്യക്തിപരമായി തനിക്കൊരു പങ്കുമില്ല. താൻ ഭയങ്കര ക്ലീനാണ്. എടോ രാജീവേ, പിണറായി വിജയനും എം വി ഗോവിന്ദനും താനും കൂടിയല്ലേ ഈ പറയുന്ന പാർട്ടി നേതൃത്വം? നിങ്ങളല്ലേ നയങ്ങൾ തീരുമാനിക്കുന്നത്? നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് ഭരണത്തെ ഈ പരുവത്തിലാക്കിയിട്ട് ഇപ്പോൾ കുറ്റബോധം മുഴുവൻ പാർട്ടിയുടെ അക്കൗണ്ടിലിട്ട് സ്വയം കൈ കഴുകി വിശുദ്ധരാവാൻ നോക്കുകയാണോ? രാജീവിന്റെ പ്രസംഗത്തിലെ അടുത്ത വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാമോ? LDF